കമ്മ്യൂണിസം എന്നത് ഇന്ന് നമ്മുടെ പല സാംസ്കാരിക നായകന്മാർക്കും ബുദ്ധിജീവികൾക്കും ഔട്ട്ഡേറ്റഡായ അല്ലെങ്കിൽ കാലഹരണപ്പെട്ടുപോയ ഒരാശയം മാത്രമാണ്. എന്നാൽ എന്നെപ്പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആയിരങ്ങൾക്ക് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അത് അങ്ങനെയല്ല. ഒരിക്കലെങ്കിലും അഭിമാനത്തോടെ ആ ചെങ്കൊടി പിടിച്ച ഏതൊരാൾക്കും അത് ജീവിതം തന്നെയാണ്. മാറുമറയ്ക്കാൻ പോലും കഴിയാതിരുന്ന അമ്മമാരുടെയും വഴി നടക്കാൻ വിൽക്കപ്പെട്ട അച്ഛന്മാരുടെയും യാതനയുടെയും കണ്ണീരുപ്പിൻ്റെയും പോരാട്ട വീര്യത്തിൽ നിന്ന് ഉയർന്നു വന്ന ഇന്നിൻ്റെ ആർജവമുള്ള ശബ്ദമാണത്. കൂടെ നടക്കുന്നവന് ഒരിടർച്ച വന്നാൽ കൈത്താങ്ങാവുന്ന സഹജീവി ബോധമാണത്. ഭക്ഷണം കഴിക്കാത്തവൻ്റെ മുന്നിലേക്ക് തൻ്റെ പാത്രം കൂടെ നീട്ടിവെക്കാൻ കഴിയുന്ന മനുഷ്യത്വമാണത്. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ യേശുദേവൻ്റെ മാതൃകയാണത്. അതുകൊണ്ട് എന്തുകൊണ്ട് ഇടതുപക്ഷം തുടരണം എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചേർത്ത് പിടിക്കാൻ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി, സമത്വത്തിനായി, തെറ്റുകൾ തിരുത്തി മുന്നേറുന്നതിനായി, വർഗീയക്കെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്യുന്നതിനായി, രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇല്ലാതിരിക്കാൻ, ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ, മലയാളിയുടെ അന്തസ്സിന് മാറ്റത്തിനായി, നാശത്തിനല്ല നല്ലതിനായി, കുട്ടികൾക്കായി. 10 കഴിഞ്ഞല്ലോ. 11 കളിസ്ഥലങ്ങൾക്ക് വേണ്ടി, 12 സ്ത്രീകളുടെ ഉന്നമനത്തിനായി, 13 ജീവിതമാർഗങ്ങളായ റോഡുകൾക്ക് വേണ്ടി, 14 അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും അതോടൊപ്പം തന്നെ കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുമായി, 15 നല്ല ഭക്ഷണം കഴിക്കാൻ, 16 നല്ല നേതൃത്വത്തിനായി, 17 നവകേരളത്തിനായി, 18 നിലനിൽപ്പിനായി, 19 നേറ്റിവിറ്റി കാർഡിനായി, 20 ഏകപാർപ്പിട സംരക്ഷണ നിയമത്തിനായി, 21 അന്തസ്സായി കരമടയ്ക്കാൻ. എന്ന് വെച്ചാൽ ഇന്നൊരു സാധാരണക്കാരന് അവൻ്റെ ആശുപത്രി ചെലവുകൾ, താലൂക്ക് ആശുപത്രിയിൽ പോലും അവൻ്റെ ഹൃദയമാറ്റ ശസ്ത്രക്രിയകളും ഡയാലിസിസുകളും എല്ലാം നടത്താൻ കഴിയും. അവന് 2-3 കുട്ടികളുണ്ടെങ്കിൽ ഏത് ഹൈടെക് സ്കൂളിനെയും വെല്ലുന്ന രീതിയിൽ സർക്കാർ സ്കൂളുകൾ മാറിയിരിക്കുന്നു. അവൻ്റെ സമയം നല്ല മികച്ചതാക്കാൻ വേണ്ടി നല്ല റോഡുകൾ, അവൻ്റെ വാഹനത്തിന് വെയർ ആൻഡ് ടിയർ കുറയ്ക്കുന്നു. കെ സ്മാർട്ട് പോലുള്ള പദ്ധതികൾ വഴി അവന് ഒരു ദിവസം മൊത്തം സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി നിരങ്ങേണ്ടി വരുന്നില്ല. സ്കൂൾ ബസ്സുണ്ട്, പുസ്തകങ്ങൾ ഫ്രീ ആയി ലഭിക്കുന്നു, യൂണിഫോം ഫ്രീ ആയിട്ട് കിട്ടുന്നു. അതുപോലെ തന്നെ ടൂറ് പോകണമെങ്കിൽ പോലും ഒരു കുട്ടിക്ക് പോകാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം ഇന്നില്ല. അത്തരം കാര്യങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു സർക്കാരിൻ്റെ സഹായമില്ലാതെ നമുക്ക് എത്രമാത്രം ചിലവ് വരുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് പറയുക, നാം കൊടുക്കുന്ന ഒരു 500 രൂപയോ 1000 രൂപയോ ഒരു മാസം അത് ഈ നാടിൻ്റെ വികസനത്തിന് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. അതിൽ അഭിമാനത്തോടെ അന്തസ്സോടെ കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും കർത്തവ്യമായി ഞാൻ കാണുന്നു. അതുപോലെ 22 സന്തോഷകരമായ കാഴ്ചകൾ കണ്ടു നിറയാൻ. അങ്ങനെ ഒത്തിരി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഞാൻ പിന്നിൽ പറയാം. 23 നല്ല പോലീസിങ്ങിന് വേണ്ടി. ഒരു 98% നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 24 ഉത്തരവാദിത്വമുള്ള സർക്കാരിനായി. 25 വ്യക്തതയ്ക്കായി. 26 എല്ലാ മതങ്ങളെയും തുല്യരായി കാണാൻ. 27 കുടുംബശ്രീയുടെ ഉന്നമനത്തിനായി. 28 ശുചിത്വ കേരളത്തിനായി. 29 ജീവനും ജീവിതത്തിനും വിലയുണ്ടാവാൻ. 30 കേരളം പല കാര്യങ്ങളിലും ഒന്നാമതായി തുടരാൻ. 31 വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി. 32 വയോജനങ്ങളുടെ അന്തസ്സിനായി. 33 നന്മകൾ വളരാൻ. 34 പ്രതീക്ഷയോടെ ജീവിതത്തെയും സമൂഹത്തെയും നോക്കിക്കാണാൻ. 35 പ്രതിസന്ധികളെ സധൈര്യം നേരിടാൻ. 36 സ്ഥിരതയ്ക്കായി. 37 വിശ്വാസ്യതയ്ക്കായി. 38 തുടർച്ചയ്ക്കായി. 39 അഴിമതിരഹിത ഭരണത്തിനായി. 40 യാഥാർത്ഥ്യത്തിലൂന്നിയ സമീപനങ്ങൾക്കായി. 41 വിവേകപരമായ തീരുമാനങ്ങൾക്കായി. 42 ഭാവി തലമുറയ്ക്കായി. 43 സുതാര്യതയ്ക്ക് വേണ്ടി. 44 ഭാവനാശേഷിയുള്ള നേതൃത്വത്തിനായി. 45 ഐക്യ കേരളത്തിനായി. 46 സമാധാന അന്തരീക്ഷത്തിനായി. 47 നല്ല ഉദ്യോഗസ്ഥർക്ക് വേണ്ടി. 48 നിലപാടുകളുടെ ദൃഢത്വത്തിനായി. 49 മാധ്യമ സ്വാതന്ത്ര്യത്തിനായി. 50 കേരളത്തിൻ്റെ സൽപ്പേരിനായി. ഞാൻ എന്തുകൊണ്ടിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ വീഡിയോകൾ എഡിറ്റ് ചെയ്യാനും എൻ്റെ കാര്യങ്ങളെല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന എൻ്റെ പാതി. അവൾ കേരളത്തിൽ നിന്നല്ല, അവൾക്ക് മലയാളം അറിയില്ല, അവൾ ബീഹാറിൽ നിന്നാണ്. അവൾ പലപ്പോഴും എന്നോട് ചോദിച്ച് മനസ്സിലാക്കി കേരളത്തെക്കുറിച്ച് കാണുമ്പോൾ, സംസാരിക്കുമ്പോൾ
അവൾക്ക് ആ മാറ്റം അവളെപ്പോഴും എന്നോട് പറയും. എന്തുകൊണ്ട് കേരളം മാറി, എന്തുകൊണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു, എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഇത്രയധികം സ്നേഹിക്കപ്പെടുന്നത്. അതിലൂടെ അവൾ മനസ്സിലാക്കിയ ഇടതുപക്ഷം, അവൾ മനസ്സിലാക്കിയ കമ്മ്യൂണിസം, അതുകൊണ്ടാണ് അവൾ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയുള്ളൊരു വീഡിയോകൾക്ക് വേണ്ടി കൂടുതലായി എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് 51ാമത്തെ കാര്യം, തൊഴിലാളികളുടെ അന്തസ്സിനായി. 52 CM വിത്ത് മീ, ജനങ്ങളെ കേൾക്കാൻ. 53 കെ സ്മാർട്ട്, മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കാതിരിക്കാൻ. 54 ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷിതത്തിനായി. 55 സാമൂഹിക തുല്യതയ്ക്കായി. 56 ഗ്രാഫീൻ സെൻറ്ററിനായി. 57 വൈജ്ഞാനിക മുന്നേറ്റത്തിനായി. 58 കലാകാരന്മാരുടെ സ്വാതന്ത്ര്യത്തിനായി. 59 നിർഭയതയ്ക്കായി. 60 രാഷ്ട്രീയ മാന്യതയ്ക്കായി. 61 പൊതുമേഖലയുടെ നിലനിൽപ്പിനായി. 62 സർക്കാർ ഫണ്ടുകളുടെ കൃത്യമായ വിനിയോഗത്തിനായി. 63 തുരങ്കപാതയുടെ പൂർത്തീകരണത്തിനായി. 64 ടൂറിസത്തിനും അതുവഴി മെച്ചമായ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനും വേണ്ടി. 65 ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നേതാക്കൾക്ക് വേണ്ടി. 66 സംരംഭങ്ങൾക്ക് വേണ്ടി. 67 കൂടുതൽ ജോലി സാധ്യതകൾ സൃഷ്ടിക്കാൻ വേണ്ടി. 68 ഔദാര്യങ്ങൾക്കായി അല്ലാതെ അവകാശങ്ങൾക്കായി. 69 സ്മാർട്ട് അംഗനവാടികൾക്ക് വേണ്ടി. 70 ബദൽ മാതൃകകൾക്കായി. 71 പവർ കട്ടില്ലാത്ത നാടിനായി. 72 മികച്ച വ്യാവസായിക അന്തരീക്ഷത്തിനായി. 73 പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാൻ. 74 തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കാൻ. 75 ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പിനായി. 76 കൊച്ചിൻ ക്യാൻസർ സെൻ്ററും കാരുണ്യസ്പർശവും സീറോ പ്രോഫിറ്റ് കൗണ്ടറുകളും തുടരുന്നതിനായി. 77 കോഴിക്കോട്ടെ സമ്പൂർണ്ണ അവയവമാറ്റ ആശുപത്രിയുടെ പൂർത്തീകരണത്തിനായി. 78 ശാസ്ത്ര സാങ്കേതിക പഠന ഗവേഷണ കേന്ദ്രങ്ങൾക്കായി. 79 കരുതലിൻ്റെ കരുത്തിനായി ചെല്ലാനം പോലെ. 80 ഞാൻ എനിക്ക് എന്നല്ലാതെ നാം നമുക്ക് എന്ന് ചിന്തിക്കാൻ. 81 ഇച്ഛാശക്തിയുള്ള സർക്കാരിനായി. 82 പ്രശ്നങ്ങൾക്കല്ല പരിഹാരങ്ങൾക്കായി. 83 തോറ്റുപോകാതിരിക്കാൻ. 84 പറ്റിക്കപ്പെടാതിരിക്കാൻ. 85 ആത്മാഭിമാനത്തിനു മേൽ ചാപ്പ കുത്തപ്പെടാതിരിക്കാൻ. 86 ചിന്താശക്തിയും പ്രതികരണശേഷിയും ദിശാബോധവുമുള്ള ഒരു യുവതലമുറയ്ക്കായി. 87 ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ. 88 പൊതുകടം കുറയ്ക്കാൻ. 89 റിവേഴ്സ് മൈഗ്രേഷനായി. 90 പ്രവാസികളുടെ ക്ഷേമത്തിനായി. 91 ആരാധനാലയങ്ങളുടെ സംരക്ഷണത്തിനും ഉന്നമനത്തിനുമായി. 92 വിശ്വാസികളുടെ ക്ഷേമത്തിനായി. 93 ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ. 94 ആരാടാ എന്ന് ചോദിച്ചാൽ നീ ആരാടാ എന്ന് തിരിച്ചു ചോദിക്കാനുള്ള ബലത്തിനായി. 95 കോമാളികളാക്കപ്പെടാതിരിക്കാൻ. 96 മനുഷ്യത്വം നിലനിൽക്കാൻ. 97 മലയാളിയെ വഞ്ചിച്ചവരോട്, മാറ്റി നിർത്തിയവരോട്, അവമാനിച്ചവരോട് തിരിച്ചു നിന്ന് പകരം ചോദിക്കാൻ. 98 മറ്റാരുണ്ട്. 99 മലയാളിയുടെ അഹങ്കാരത്തിനായി. 100ാമത്തെ എവിടെ സഖാവേ? വെറും വൈറ്റ് പേപ്പർ മാത്രമേ ഉള്ളല്ലോ. കാരണം അയാൾ അങ്ങനെയൊരു വ്യക്തിയാണ്. പലപ്പോഴും നീ എന്നോട് ചോദിക്കാറില്ലേ, എന്തുകൊണ്ടാണ് നിനക്ക് ഈ പാർട്ടിയോട്, ഈ പ്രസ്ഥാനത്തോട് ഇത്രയധികം ആദരവ് അല്ലെങ്കിൽ ഇത്രയധികം സ്നേഹമെന്ന്? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ആ വെള്ള പേപ്പർ പോലെ സംശുദ്ധനായ ഒരാൾ. നീ എപ്പോഴും ചോദിക്കുന്ന പോലെ കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ. കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ. കടമകളെ കരളു തുടിപ്പിൻ തുടികൊട്ടി ഉണർത്തി വിടർത്തി, കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ. നെറിയുള്ളൊരു നേതാവുണ്ടേ, കനിവുള്ളൊരു കരളതുമുണ്ടേ, അഴലകലാൻ കരളു കൊടുത്തേ വെയിലിൻ കൊള്ളി. മലനാടതു മിന്നി മിനുങ്ങി മലയാളം പെരുമലയാളം, പല കൂട്ടം പെരുമക്കൂട്ടം